Good morning, friends. Simon Varghese YouTube channel, Simon Varghese Instagram, Simon Varghese Facebook. വെൽക്കംസ് യു ഓൾ. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിൽ. എന്നുവെച്ചാൽ യൂട്യൂബിൽ നമുക്ക് ഇപ്പോൾ 150 മേളിൽ വീഡിയോസ് ഉണ്ട്. അതാത് ആവശ്യക്കാർക്ക് സെർച്ച് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ അതവിടെ ഉണ്ടല്ലോ, നമ്മുടെ ചാനലാണ്, സ്വന്തം ചാനലാണ്. പിന്നെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് കയറാം, പക്ഷേ അതിൽ എല്ലാ നമ്മുടെ വീഡിയോസും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റഗ്രാമിലും കിട്ടുമെന്നറിയില്ല. അതാ ഫസ്റ്റ് വന്ന് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് വലിയ ഗവേഷണം, അതിൻ്റെ കടമകൾ നിർവഹിക്കുന്നതല്ലാതെ മോണിറ്റൈസേഷനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമിനെ പറ്റിയൊന്നും വലിയ ബോധർ ചെയ്യുന്നില്ല. നമ്മൾ മോണിറ്റൈസേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ലീഗൽ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മളെ മുമ്പോട്ട് വിടാതെ ചരട് കൊണ്ട് കെട്ടി വരിഞ്ഞിടും. അതിനെ അതിജീവിക്കണമെങ്കിൽ അതിമാനുഷ്യനായിരിക്കണം. അതുകൊണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യാതെ മുമ്പോട്ട് പോകുക. കുറച്ചുകൂടെ പഠിച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് ഓർത്താണ്. മോണിറ്റൈസേഷൻ്റെ വക്കത്ത് നിൽക്കും നമ്മൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. 30 മീറ്റർ വീതിയിൽ റോഡുകൾ നിർമ്മിച്ചാൽ മതി എന്ന് വലിയൊരു തീരുമാനമൊക്കെ എടുത്ത് ജനങ്ങളെല്ലാം കൂടെ പറഞ്ഞ്, ജനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ആകെപ്പാടെ അത് ഉപേക്ഷിച്ച് പോയ പദ്ധതി ഇന്നിപ്പോൾ നാട്ടിലെങ്ങും വാഹനം ഓടിക്കുന്നവർക്ക് മനസ്സിലാവും എത്ര സുന്ദരമായ റോഡുകളാണ് തീർന്നിരിക്കുന്നത്. പക്ഷെ പത്രം നോക്കിയാൽ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ ബോർഡിൻ്റെ ഒക്കെ ഇടുകയും ചെയ്യും. അതിട്ടോട്ടെ, അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ നാട്ടിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ കാണാതിരിക്കാൻ വയ്യ. രാവിലെ എക്സസൈസ് ചെയ്യായിരുന്നു, അപ്പോഴാണ് മഴ വന്നത്. കുടയും പിടിച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു. നമ്മുടെ എവറി മൊമെൻറ്റ് ഈസ് വെരി വാല്യുബിൾ ഫോർ അസ്. സോ ഞാനിങ്ങനെ ചെയ്യുന്നത്, എക്സസൈസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നമ്മുടെ ഡ്യൂട്ടി പൂർത്തിയാക്കാം എന്ന്. രാവിലത്തെ ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ വീഡിയോ എടുക്കുക, നിങ്ങളുമായിട്ട് സംവദിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സംബന്ധിച്ച വിഷയം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചാണ്. പഴയ കാലത്തെ പോലെ SLC പാസ്സായി +2 കഴിഞ്ഞു, ഡിഗ്രി അല്ലെങ്കിൽ നേഴ്സിംഗ് അല്ലെങ്കിൽ MBBS എഞ്ചിനീയർ കഴിഞ്ഞു, ആ കാലം മാറി. ആ ചിന്താഗതി മാറ്റുന്ന സമയമായി. കാരണം ലോകമെങ്ങുമുള്ള യൂണിവേഴ്സിറ്റികളും കോളേജുകളും നമുക്ക് പാർട്ട് ടൈം ജോലി ഉൾപ്പെടെ ചെയ്ത് അതിൻ്റെ ആ കുടുംബത്തിൻ്റെ ഭാരം കുറയ്ക്കത്തക്ക രീതിയിൽ കോഴ്സുകൾ വന്നു കഴിഞ്ഞു. നമുക്ക് ഇന്ത്യയിൽ തന്നെ പഠിക്കണം നിർബന്ധമില്ല. ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ ചൈനയിലോ ജോർജിയയിലോ സ്വീഡനിലോ കാനഡയിലൊക്കെ പഠിക്കാം. അവിടെ ഒത്തിരി ഇളവുകളുമുണ്ട്. അപ്പോൾ അതാണ് നമ്മളന്ന് മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇതെവിടെയെല്ലാം പഠിച്ച പിള്ളേർ നമുക്കിവിടെ ധാരാളം എത്തിക്കഴിഞ്ഞു, തിരിച്ചു വരുന്നുണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ അറിവും ഈ പരിജ്ഞാനമൊക്കെ പെട്ടെന്ന് കിട്ടുന്നത്. ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ വിഘടനവാദമോ വർഗീയതയോ വർഗപരമായ ചിന്തയോ പ്രേരിപ്പിച്ചും ചൂടാക്കിയും അധികം കാലം മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞു കേൾക്കുന്നതെല്ലാം 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. 50 വയസ്സിന് താഴെയുള്ള പിള്ളേർ അവരുടെ കാര്യത്തിന് വേണ്ടി പഠിക്കാനും ജോലിക്കൊക്കെ വേണ്ടി ഈ ദേശത്തും വിദേശത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനവും അറിവും സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ വർഗീയതയ്ക്കൊന്നും വർഗചിന്തകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. ലോകമേ തറവാട് എന്ന നിലയിലേക്ക് നമ്മൾ വരേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ കൊച്ചു കേരളത്തിൽ നിൽക്കുമ്പം ഞാൻ വലിയ വർദ്ധിത വീര്യമുള്ളവനാണ്, എൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്, പാരമ്പര്യം ഇങ്ങനെയാണ് എന്നൊരു വിഭാഗം പറയുമ്പം മറുവിഭാഗം പറയും ചൂട്ടുകാറ്റയുടെ എണ്ണയൊക്കെ മറന്നുപോയോ, ചൂട്ടുകാറ്റയൊക്കെ ഒത്തിരി പലയിടത്തും വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുക. ആ കാലമൊക്കെ കഴിഞ്ഞ് അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ബി പോസിറ്റീവ് ഓൾവേസ്. നമുക്ക് നമ്മുടെ കുട്ടികളെ നന്നായി പഠിപ്പിച്ചെടുക്കണം നമ്മുടെ നാടിന് വേണ്ടി. ഈ പോകുന്ന കുട്ടികളെല്ലാം അങ്ങ് പോവുകയാണെന്നങ്ങ് പ്രചരിപ്പിക്കുക, ഒന്നുമില്ല. നാടിനെ സ്നേഹിക്കാൻ, നാട്ടുകാരെ സ്നേഹിക്കാൻ അവനെ പഠിപ്പിക്കണം. അപ്പോൾ അവൻ ഫ്രീക്വൽ ഇൻ്റർവെൽസിൽ ഇവിടെ വരും. ഒരു വർഷം 2 പ്രാവശ്യം വരുന്ന യൂറോപ്യൻ ഉള്ള നല്ല ഉദ്യോഗസ്ഥരെ എനിക്കറിയാം. അപ്പോൾ അപ്പനെ അമ്മയെല്ലാം കൊണ്ടുപോകുന്നു, നാട് കാണിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു കൾച്ചറലായിട്ടുള്ള ഒരു വ്യതിയാനം
ഇന്നലകളിൽ മറ്റുള്ളവർക്കുണ്ടായിരുന്ന ഒരു അറിവും പരിജ്ഞാനവും സഹിഷ്ണുതയും സ്നേഹവും സഹവർത്തിത്വവും കമ്പാഷനേറ്റ് ലവും ഒക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ വരേണ്യവർഗത്തിനുള്ളതായിരുന്നു, അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകൾക്കുള്ളതായിരുന്നു, വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി ഉയർന്നവർക്കുള്ളതായിരുന്നു എന്നൊരു വിചാരമായിരുന്നു. അത് മാറി ഇന്നിപ്പോൾ കൊച്ചു കേരളത്തിൽ, കൊച്ചു കോട്ടയത്ത് കണ്ടില്ലേ, ദരിദ്രരില്ലാത്ത ടൗൺ, അപ്പോൾ അതിദരിദ്രതയില്ലാത്ത സംസ്ഥാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത്രത്തേക്ക് മാറി നമ്മുടെ ഈ സ്നേഹം കൊണ്ടാണ്, പരസ്പര ബഹുമാനവും സ്നേഹം. അതെവിടുന്ന് ആർജിച്ചെടുത്തു? ഈ കൊച്ചു പൊട്ടക്കുളത്തിൽ കിടന്നിരുന്ന ഇത് കിട്ടുമോ? ആദ്യമൊക്കെ നമ്മൾ ഗുജറാത്തിലും ബീഹാറിലും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോയി, അവിടുന്ന് സിലോണിൽ പോയി, മിഡിൽ ഈസ്റ്റിൽ പോയി, ഇന്നിപ്പോൾ യൂറോപ്പിൽ പോയി, അമേരിക്കയിൽ പോയി, നമ്മളെല്ലായിടത്തും പോയി കാണുകയും കേൾക്കുകയും ചെയ്ത് ഇവിടെ പ്രചരിപ്പിച്ചു, പഠിപ്പിച്ചു. പക്ഷേ ശാസ്ത്ര സാങ്കേതികയുടെ മുന്നേറ്റം അത്ര വേഗം വരുന്നില്ല. അവരെല്ലാം ഉപയോഗിച്ച് ഒരു പരുവത്തുമ്പോൾ നമുക്ക് എല്ലാം വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഇപ്പോൾ വരുന്നത് അതൊക്കെ വർഷങ്ങളായി മറ്റുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി കുതിച്ച് കയറേണ്ടതുണ്ട്. പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും കുതിച്ച് കയറേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം എന്നും ഇങ്ങനെ നിന്നാൽ പോരാ. 10 വർഷം 15 വർഷം പുറകെ നിന്നാൽ പോരാ. നമ്മുടെ രാജ്യം 2 വർഷം 3 വർഷം മുന്നിട്ട് വരുന്നൊരു കാലത്തെ നമ്മൾ ചിന്തിക്കുന്നത്. ലോകത്തിനാകെ ഇന്ത്യയിൽ ഇന്ന പ്രോഡക്റ്റ് ഇറങ്ങി, ഇന്ത്യയിൽ ഇന്ന കണ്ടുപിടുത്തം നടന്നു, ഇന്ത്യ 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 എന്ന് പറയുന്ന ഒരു കാലമാണ് ഇപ്പോൾ നമ്മളെല്ലാം പറയുന്നത് അമേരിക്ക അമേരിക്ക അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, യൂറോപ്പ് എന്നൊക്കെ പറയുന്ന കാലത്ത് വ്യത്യസ്തമായി ഇന്ത്യയിൽ ഇന്ന മെഡിസിൻ കണ്ടുപിടിച്ചു, ഇന്ത്യയിൽ ഇന്ന ഉപകരണം കണ്ടുപിടിച്ചു, ഇന്ത്യയിൽ ഇന്ന രീതിയിൽ ജനതകളെ സ്വയംഭരണത്തിൽ സ്വയം ജീവിക്കുന്നവരാക്കി മാറ്റി, ഇന്ത്യയിലെ GDP വർദ്ധിച്ചു, പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിച്ചു എന്നൊക്കെ പറയുന്നൊരു കാലം. അതാണ് നമ്മുടെ സ്വപ്നവും ലക്ഷ്യവും. അതിനുവേണ്ടി നമുക്കെല്ലാം പണിയെടുക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ എല്ലായിടത്തും പോകട്ടെ, എല്ലായിടത്തും പോയി കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ, പഠിക്കട്ടെ, അറിവ് സമ്പാദിക്കട്ടെ, വിജ്ഞാനം ഹൃദയത്തിൽ ചേർക്കട്ടെ, കമ്പാഷനേറ്റ് ലവ് ചേർക്കട്ടെ. എങ്കിൽ മാത്രമേ ഈ ഇടുങ്ങിയ ചിന്താഗതിയും ഞാനും എൻ്റെ മതവും ഞാനും എൻ്റെ ആളും എന്നുള്ള ചിന്ത വിട്ട് ഞാനും എൻ്റെ നാടും ഞാനും എൻ്റെ ദേശവും ഞാനും എൻ്റെ രാജ്യവും എന്നുള്ള വിചാരത്തിലേക്ക് വരണം. അതിലേക്ക് വരാൻ വേണ്ടി നമ്മളെ ഇതൊക്കെ സഹായിക്കും. യാത്രകൾ സഹായിക്കും. നമുക്കറിയാം, പൊറ്റക്കാട് യാത്ര ചെയ്തെഴുതിയ വിനോദസഞ്ചാര പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മൾ എത്രയോ അറിവ് നേടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതൊക്കെ നമുക്ക് വിരൽത്തുമ്പിലാണ് അല്ലേ. ഇന്ന് നമുക്ക് അതിന് അവസരമുണ്ട്. ഡയറക്റ്റായിട്ട് ഇതൊക്കെ ബോധ്യപ്പെടാൻ അവസരമുണ്ട്. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തണം, അറിവ് സമ്പാദിക്കണം, അറിവ് ഷെയർ ചെയ്യണം. ഇനി ഞാനൊരു ബൈബിൾ വചനം രാവിലെ വായിച്ച് അതിൽ പറയുന്നത് അതായത് നമ്മൾ പുറപ്പെടുവിക്കാത്ത ജ്ഞാനം അതുകൊണ്ട് ഗുണമില്ലെന്ന്. അതായത് നമ്മൾ ജ്ഞാനം സമ്പാദിച്ചാൽ മാത്രം പോരാ, അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒരു വലിയ പണ്ഡിതനാണ് ഭയങ്കര, പക്ഷേ അയാൾ സംസാരിക്കില്ല, ആരോടൊന്നും മിണ്ടുക അല്ലെങ്കിൽ പോയില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആൾ വലിയ അറിവുള്ള ആളാണ്, ശാസ്ത്രം, പക്ഷേ ആരോടും മിണ്ടത്തില്ല, ആരോടും പറയും. പിന്നെ എങ്ങനെ ഇത് ഷെയർ ചെയ്യുന്നത്? പണ്ട് നമുക്ക് ഒത്തിരി ഒറ്റമൂലികളൊക്കെ ഉണ്ടായിരുന്നു. ഈ വൈദ്യന്മാരാർക്കും ഷെയർ ചെയ്ത് കൊടുത്തു, പക്ഷേ അവരുടെ മരണത്തോടെ അതൊക്കെ തീർന്നു പോയി. അങ്ങനെ അപ്പോൾ നമ്മുടെ നാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അറിവ് സമ്പാദിച്ചാൽ പോരാ, അത് ബോധ്യപ്പെടുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നാണ് ബൈബിൾ വചനം പറയുന്നത്. എനിക്കതാണ് കിട്ടിയത്. അപ്പം ഞാൻ ആർജിച്ചെടുക്കുന്ന അറിവിൻ്റെ മുഴുവനൊന്നും പറയാൻ പറ്റുന്നില്ല, ഒരു നുറുങ്ങ് ഷെയർ ചെയ്യാൻ പലപ്പോഴും അതിനുള്ള സമയമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, എനിക്കോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, എങ്കിലല്ലേ നമുക്കും പക്ഷേ നമ്മുടെ അക്കൗണ്ട്സ് മുഴുവൻ എനിക്ക് കിട്ടുന്നുണ്ട്. വ്യൂവേഴ്സ് എത്ര വ്യൂവിങ് ടൈം ഇത്ര, സബ്സ്ക്രൈബർ ഇത്ര, സബ്സ്ക്രൈബിങ് ടൈം ഇത്ര, പല പ്രാവശ്യം കാണുന്നുണ്ടോ, ഷെയർ ചെയ്യുന്നുണ്ടോ, TV-യിലിട്ട് കാണും, ഇതൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ നേരിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. നമ്മുടെ തുരങ്കം എത്രയും വേഗം പൂർത്തിയാക്കി അത് ആ ജനതയുടെ കേരള ജനതയുടെ ഒരു അഭിമാനമായി നിൽക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പോസിറ്റീവായിട്ട് ചിന്തിക്കാം, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാം. നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. അപ്പം
ഇന്ന് പ്രവാചകന്മാർ വായിച്ചപ്പോൾ ഇന്ന് 41 അധ്യായം വായിച്ച് തുടങ്ങുമായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മുടെ ഈ അറിവിനെ പറ്റിയും ചിന്താവിദ്യയെ പറ്റിയൊക്കെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പം അതിനുതകുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.